കൊച്ചുമുതലാളി, അണ്ണന്റെ എഴുത്ത് വന്നു. ഇതുവരെ വന്നില്ല മോനെ. വരും. അസുഖം മാറിയോ? അസുഖമോ? എന്തസുഖം? ഇന്നാള് ചോര ഛർദിച്ചത്. അത് മാറണമെങ്കിൽ ഞാൻ മരിക്കണം. കൊച്ചുമുതലാളി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ മരിക്കുന്നത് നിനക്ക് ദുഃഖമാണോ? എല്ലാവരും ഒരിക്കൽ മരിക്കും. ഞാനല്പം നേരത്തെ പോകുന്നത് മാത്രം. എന്തിനാ നേരത്തെ പോകുന്നത്? അഴുക്കുചാലുകളിലൂടെ കഴിഞ്ഞാണില്ലാതെ ഞാൻ ഓടി. ഒരു മനുഷ്യായുസിൽ ചെയ്യാവുന്ന തെറ്റുകളൊക്കെ ഞാൻ ചെയ്തു. എന്റെ കാലുകൾ തളർന്നു. ദ്രവിച്ചു തുടങ്ങിയ ഹൃദയത്തിന്റെ പിടിപ്പ് ഏത് നിമിഷവും നിൽക്കാം. നീ കരയാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്. നീ അടുത്ത് വരുമ്പോൾ, നിന്നോട് സംസാരിക്കുമ്പോൾ ഇന്നെനിക്കൊരു ആശ്വാസം തോന്നുന്നു. ഈ കാട്ടിൽ എവിടെ വെച്ച് കണ്ടാലും നീ എന്റെ അടുത്ത് വരണം. അല്പനേരം സംസാരിച്ചിട്ട് പോണം. വരുമോ? ഇനി നീ വരുമ്പോൾ നിന്റെ വീട്ടുമുറ്റത്തെ പിച്ചിയിൽ നിന്ന് ഒരു കഴിക്കുമ്പോൾ പൂവോടെ കൊണ്ടുവരണം. കൊണ്ടുവരാം. ശരി, നീ പൊയ്ക്കോളൂ. അങ്ങോട്ട് കിടക്ക. എടി ചെല്ലമ്മേ, എന്താണോ ഇയാള് കുടിച്ച് നീ ഇവിടുന്ന് കൊടുത്ത ചാരായല്ലേ? അതെ. നീ ഗവൺമെന്റ് ചാരായല്ലേ വിൽക്കുന്നത്? അതെ. പിന്നെ എങ്ങനെ ഇയാളെ കാഴ്ച പോയി? കാഴ്ച പോയോ? എന്റെ ദൈവമേ, ഞാൻ ഇവിടുന്ന് കുടിച്ചിരിക്കുക. എന്നാ എളുപ്പം ആശുപത്രി പോക്കൂ. ഒരാൾ കുടിച്ചു പോയൂ, അല്ലെങ്കിൽ അവൻ തലകറങ്ങി വഴക്കി വീഴും. എളുപ്പം കൊണ്ടുപോക്കൂ. ദാമോദര, എടാ ദാമോദര, നിനക്കിപ്പം വേറെ വല്ല വിഷമവും തോന്നിക്കുന്നുണ്ടോ? അയ്യോ, എന്നാ ഇത് വിഷമത്യം തന്നെ. അടക്കറി ഷാപ്പ്. ഈ അടക്കറി എന്താ എന്താ എന്താണെന്നോ? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വരാൻ. ഇത് കണ്ടോ? മറ്റു ദുരന്തം. മറ്റു ദുരന്തം. ഇവിടെ നിന്ന് കാല് സരക്കൊക്കെ കുടിച്ചോണ്ട് പോയതാ. കാഴ്ച പോയെന്നാ നേതാവ് പറയുന്നത്. നോക്കി നോക്കാം, നല്ലതുപോലെ നോക്കാം. ഇന്ന് നമ്മുടെ കള്ളൻ ദാമോദരൻ. ഏത് ദാമോദരനാണെങ്കിലും ആള് പോയോ? ദാമോദരൻ അവന്റെ കണ്ണ് പോയിരിക്കുക, അവൻ സംസാരിക്കാൻ മേല. വിഷമത്യത്തിന് ഒരു ഒറ്റമൂലിയുണ്ട്, ആളെ ഒന്ന് പ്രയോഗിച്ചു നോക്കാം. ഏത് മൂലി പ്രയോഗിച്ചാലും ആള് പോക്കാ. ഇതെന്തുവാ? ചൊറിഞ്ഞാണോ? വിഷമദ്യമാണെങ്കിൽ ഇത് ശരീരത്തിൽ തൊട്ടാൽ അപ്പ വിഷമം. ഒരേ ദാമോദര, ഇതാണ് ഒറ്റമൂലി പ്രയോഗം. നിനക്കിപ്പോ കണ്ണു കാണാമോ? കാണാമേ. നീ പിന്നെ കിടക്കോ? നേതാവ് പറഞ്ഞിട്ടാണ്. ഞാൻ നേതാവ്? അയ്യോ, ഗുഡ് ഈവനിങ് ഡോക്ടർ. ഡോക്ടറുടെ കത്ത് എനിക്ക് ഇന്നലെയാ കിട്ടിയത്. മകനെപ്പറ്റി ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് വരാനായി ഞാൻ എഴുതിയത്. എന്താ ഡോക്ടർ? ജെയിംസ് കുട്ടിയുടെ കല്യാണാലോചന മുടക്കിയത് ഞാനാണ്. രണ്ടുകൂട്ടരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാനത് ചെയ്തത്. മുൻപൊരിക്കൽ നെഞ്ചുവേദനയുമായി ജെയിംസ് കുട്ടി എന്റെ അടുക്കൽ വന്നു. ഞാൻ അവനെ പരിശോധിച്ചു. അവന്റെ ആരോഗ്യനില ആകെ തകർന്നിരിക്കുകയാണ്. ഡോക്ടർ, ഞാൻ പറയുന്നത് കൊണ്ട് മാപ്പച്ചന് വിഷമമൊന്നും തോന്നരുത്. അമിതമായ മദ്യപാനവും മയക്കുമരുന്നുകളുമാണ് അവനെ ഈ നിലയിലെത്തിച്ചത്. ഏത് നിമിഷത്തിലും എന്ത് സംഭവിക്കാവുന്ന ഒരവസ്ഥയാണ് അവനിപ്പോൾ. ഡോക്ടർ, എന്റെ മകനെ രക്ഷിക്കാൻ ഒരു മാർഗവുമില്ലേ? അവന് വിദേശത്ത് കൊണ്ടുപോയി ചികിത്സിച്ചാൽ ഒരുപക്ഷെ എന്തെങ്കിലും പ്രയോജനമുണ്ടായെന്ന് വരാം. സൗകര്യപ്പെടുകയാണെങ്കിൽ
കഴിയുന്നതും വേണം അത് ചെയ്യുക. എനിക്ക് അവൻ മാത്രമേ ഉള്ളൂ ഡോക്ടർ. അവനെ കൊണ്ടുപോകാം. കോഴി മേടിക്കണ്ട, ജെയിംസ് കുട്ടി കൂട്ടുന്നില്ല. നല്ല താറാവിനെ കിട്ടുമെങ്കിൽ 2 വാങ്ങിച്ചോ. വേഗം വരണം കേട്ടോ. ആ എന്തായി പോയ കാര്യം? അവർക്ക് ഈ വിവാഹത്തിൽ വലിയ താല്പര്യമില്ലെന്നാണ്. കാര്യമുണ്ടോ? അതിപ്പോഴെങ്ങനെ അറിയാനാ? അവര് പോയെങ്കിൽ പോട്ടെന്ന്, നമുക്ക് വേറെ പെണ്ണിനെ നോക്കാം. അവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ ധൃതിപ്പെടണ്ട. അതെന്താ അങ്ങനെ പറഞ്ഞത്? അവന്റെ ഇപ്പോഴത്തെ മനസ്സിന്റെ നില ശരിയല്ലെന്ന് തോന്നുന്നു. അല്പം കൂടി ക്ഷമിക്കുന്നതാണ് നല്ലത്. ജെയിംസ് കുട്ടി അവനെവിടെ പോയിരുന്നു? വെറുതെ നടക്കാൻ. എടാ മോനെ, അടുത്ത ആഴ്ച നമുക്കൊരു വിദേശ പര്യടനത്തിന് പോണം. എന്തിനാ പച്ച? ജസ്റ്റ് ഫോർ എ ചേഞ്ച്. നിനക്ക് ഒരു മാറ്റം ആവശ്യമാണ്. ഞാൻ വരുന്നില്ല. കർത്താവേ, എന്റെ മോനിത് എന്തു പറ്റി? കരയാതെ, ഞാൻ നിനക്ക് വേണ്ടി മടങ്ങി വന്നിരിക്കുക. ഇതുവരെ എവിടെയായിരുന്നു? ഒളിവിൽ. ഈ ഓണത്തിനെങ്കിലും നിനക്കൊരു പുടവ തരണമെന്ന് തോന്നി. അതിനുവേണ്ടിയാണ് ഞാൻ വന്നത്. ഇല്ല, ഇത് കൊടുത്തുകൊണ്ട് വീട്ടിനോടൊപ്പം 4 പേര് കാണുക നടക്കാൻ എനിക്ക് ഭാഗ്യമില്ലാതെ പോയി. കരയാതിരിക്കൂ. നീ എന്റേതാണ്, എന്റേത് മാത്രം. എന്താ സ്വപ്നം തന്നെയാണോ? ഞാനെന്തോ ആലോചിച്ചിരുന്നു പോയി. ഇന്നലെ കെട്ടിപ്പോഞ്ഞുകൊണ്ടൊന്നും ഇതായിരുന്നോ? നല്ല സാരി. എനിക്ക് ഈ നിറം ഇഷ്ടമാണെന്ന് എങ്ങനെ മനസ്സിലായി? നെല്ലിക്കുട്ടി, ഈ സാരി നിനക്ക് വേണ്ടി വാങ്ങിയത്. പിന്നെ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടി നാട്ടിൽ. ഇതവർക്കാണ്. ജോർജ് ചില പ്രത്യേക കാരണങ്ങളെ കൊണ്ട് കുറെ കാലത്തിന് മുമ്പ് ഞാൻ നാട് വിട്ടത്. ഇപ്പോൾ എനിക്ക് വീട്ടിലൊന്ന് പോണമെന്ന് തോന്നി. വെറും കൈയുമായി അവളെ പോയി കാണുന്നത് ശരിയാണ്. നെല്ലിക്കുട്ടി, എവിടെയൊക്കെയോ തെണ്ടിത്തിരിഞ്ഞ ശേഷം 6 മാസത്തിന് മുമ്പ് ഞാനിവിടെ വന്നു. നിന്റെ അപ്പൻ എനിക്ക് കയറി കിടക്കാൻ ഇടത്തും. ഈ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ നിങ്ങൾ എന്നെ കരുതി. ഈ സ്നേഹം ഞാൻ ഒരിക്കലും മറക്കില്ല. നീ എന്നും എനിക്കെന്റെ കൊച്ചു സഹോദരിയായി. ഓളന്തി അവളുറങ്ങി. എന്താ ഇത്ര വൈകിയത്? ശമ്പളം കിട്ടിയ ദിവസമല്ലേ, ജോലി കഴിഞ്ഞ് മാർക്കറ്റിലൊന്നും. എന്താ ഇത്? മാലയോ? എനിക്കെന്തിനാ ഇനി ഇതൊക്കെ? നിനക്കല്ലേ അവളുടെ
അച്ഛൻ ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എല്ലാം മായി കൊടുക്കുന്നു. ആ കുറവ് ഒരിക്കലും